24 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വനത്തിനോട് ചേർന്ന് മഹാവീർ പ്ലാന്റേഷൻസിന്റെ എല്ലമല സീഫോർത്ത് എസ്റ്റേറ്റിന്റെ ചായ ഫാക്ടറിയുടെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. വഴിക്കടവ് ചുരം കയറി പ്രകൃതി രമണീയമായ ഗൂഡല്ലൂരിന്റെ തണുപ്പിലേക്കും എല്ലമലയുടെ പ്രകൃതിജന്യമായ വനസൗന്ദര്യത്തിലേക്കും ഒരെത്തിനോട്ടം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ദയനീയമായ ജീവിതാവസ്ഥയും പൂട്ടിക്കിടക്കുന്ന ഒരു ഫാക്ടറിയും കവാത്ത് നടത്താതെ ഇലനുള്ളാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായത്തോട്ടം. 350ഓളം ഹെക്ടർ ഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച് പരിലാളിച്ചു പോന്ന തേയിലച്ചെടികൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഈ പ്രേതാലയം കണക്കെ കിടക്കുന്ന ഈ മഹാകെട്ടിടത്തിന് ഒരു കാവൽക്കാരനുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, എത്ര വർഷമായി ഈ എസ്റ്റേറ്റ് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്? ഇവിടുത്തെ തൊഴിലാളികളുടെ ഗതി എന്താണ്? അവരുടെ ജീവിതായോധാനത്തിനു വേണ്ടി അവർ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഇനി എവിടുന്നാണ് ലഭിക്കുക? ഇതൊരു 20 വർഷമായി. 20 വർഷമായി. 20 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് അല്ല. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. സുമാറ് അങ്ങനെ കൊടുത്തു തരുന്നുണ്ട്. ഇനിയൊരു 99-ലുള്ള ശമ്പളം മുതൽ പിടിച്ച് അങ്ങനെ കിട്ടാം. എന്ത് കാരണത്താലാണ് എസ്റ്റേറ്റ് വന്നിട്ട് പല ഇതിനും ടാക്സ് കെട്ടാതിരിക്കാനും പല ഇതിനും. ഇത് സീഫോർത്ത് ഡിവിഷനിലെ ജീവനക്കാരൻ മുഹമ്മദ്. കണ്ടമാനം ഇതൊക്കെ കിട്ടാണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്, PF കിട്ടാനുള്ള ആൾക്കാരുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് PF ക്ലിയർ ഇല്ല. അവരൊന്നും പെൻഡിങ്ങിൽ നിൽക്കാറ്. ആഴ്ചക്ക് ഇന്ന് എടുക്കണ കൂലി ആഴ്ചയിൽ അങ്ങനെ തീർത്ത് തരും. പെറ്റ് വാങ്ങുന്നുണ്ടായത് ഇവിടെ തന്നെയാണ്. 40 കൊല്ലം ഞാൻ പണിയെടുത്തിട്ട് 16 കൊല്ലം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ അതിന്റെ അപ്പുറമൊക്കെ എന്താ പറഞ്ഞാൽ 5 പൈസ അര പൈസ എൽവന്ന് കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിൽ കൂടി ഒക്കെ കിട്ടും. എല്ലാവർക്കും പെൻഷൻ ഉണ്ട്. എന്റെ മാപ്പിള പണിയിട്ട കായ് തരാണ്ട് ഒന്നും തന്നിട്ടില്ല. അന്ന് പോകും മകൻ വെച്ചു, മാപ്പിള വെച്ചു. ഈ ആദ്യമായിട്ടുള്ളൂ വലുതായി പോയി ശാസ്ത്രത്തിൽ കിടക്കുന്നു. ഞാന് ഇപ്പൊ വന്നിട്ടുള്ളു. ഇപ്പോഴും കൊണ്ടുപോകുക 5 പൈസ തന്നിക്കണി. എല്ലാവർക്കും പെൻഷനും ഉണ്ടാകും തന്നിട്ടില്ല. നാട്ടിലേക്ക് പെറ്റ് വന്നിട്ടുണ്ടായി. രാജ്യത്തിനത് ഒരു വയസ്സായി പോകാനുമായി. ഇങ്ങനത്തെ ഒരു കാര്യമില്ല. എന്റെ മാപ്പിള പണിയെടുത്ത കാര്യം കൂടി ജോലി തന്നിട്ടില്ല. കുട്ടി വെച്ചിട്ട് ഒരു വയസ്സായിട്ട് കുട്ടി വെച്ച് ജന്മം ചെയ്തിട്ട് ഈ രാമനാരായണ യൂണിയൻ അന്ന് യൂണിയൻ ഇല്ല. രാമനാരായണ ഒന്നിന്റെ അടുത്താണ് ഇപ്പൊ ഈ സർവ്വ ആനുകൂല്യം. യൂണിയൻ ഉണ്ടായത് സ്വാതന്ത്ര്യം കിട്ടി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് പ്രയാസത്തിൽ വന്നത്. അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ മറുപടി വെച്ചുകൊണ്ട് മെമ്പർഷിപ്പ് വെക്കാൻ 50 പൈസ 1 റുപ്യ കോൺഗ്രസിന്റെ അല്ല കോൺഗ്രസിന്റെ കാട്ടിലൊക്കെ വെച്ച് അതൊക്കെ 20-25 കൊല്ലം 30 കൊല്ലത്തിന്റെ അപ്പുറം നോക്കാം. ഇത് ഒരു ജനവാസ കേന്ദ്രം അല്ലേ എന്ന് സംശയിക്കുന്ന വിധത്തിൽ വളരെ പരിതാപകരവും ദയനീയവുമായ ഒരു അവസ്ഥയിലേക്ക് ഈ എസ്റ്റേറ്റും മാറിയതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇത് ഇല എടുക്കാത്തത് കൊണ്ട് കാട് വീശാതെ ഇങ്ങനെ ആയത് കൊണ്ടാണ് 12 മാസമായിട്ട് യാതൊരു വർക്കും ചെയ്യാത്തതിന്റെ പേരിൽ ഇല
ഇത് മസ്റോൾ. തൊഴിലാളികളുടെ സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വെക്കുമായിരുന്ന ഒരു കെട്ടിടം ഇന്ന് ജീർണിച്ച് നാശോന്മുഖമായി കിടക്കുന്ന ഇത് എല്ലമല എസ്റ്റേറ്റ് ജീവനക്കാരുടെ പതിതാവസ്ഥയുടെ അടയാളപ്പെടുത്തലും നേർസാക്ഷ്യവുമാണ്. നടരാജൻ. എത്ര വർഷമായി ഇവിടെ ഒരു 50-60 വർഷമായി. പിന്നെ എന്റെ ഭാര്യ, മക്കള്, അമ്മ, ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ തെറ്റു വന്നിട്ടുണ്ടായതാണ്. പിന്നെ ഞങ്ങള് 60 വയസ്സായത് ഒരു 50 വയസ്സിന് എനിക്ക് അനുഭവങ്ങളാണ്. എസ്റ്റേറ്റ് അനുഭവം കൊണ്ട് വെള്ളക്കാരുണ്ടായിരുന്നു. വെള്ളക്കാരൊക്കെ കാലം പോയിട്ട് റാം കപൂർ പറഞ്ഞ കപൂർ എടുത്തു. കപൂർ 69 to 74 വരെ. റാം കപൂർ 74 കഴിഞ്ഞ് 75 കഴിഞ്ഞതിന് ശേഷം 75 ഇവര് മഹാബലി കമ്പനികൾ പിന്നെ എടുക്കാൻ തുടങ്ങി. എടുത്തിട്ട് 76 ഇവർ രജിസ്റ്റർ കഴിഞ്ഞത് മഹാബലി കമ്പനി. അവർ എടുത്ത മുതൽ തന്നെ ഈ എസ്റ്റേറ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ ബോണസും ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കണ്ട കാലം വരെ ഇവന്മാര് ഒന്നും ക്ലിയറായിട്ട് നടത്തിയിട്ടില്ല. ബോണസ് കൊടുത്തിട്ടില്ല, ലീവ് പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സാധനങ്ങളും തൊഴിലാളിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് ആയിട്ട് അവിടെ പോയിട്ട് കോടികൾ കൊടുത്ത് എസ്റ്റേറ്റും പിന്നെ ലോഡ്ജുകളും വീടുകളും വാങ്ങാൻ തുടങ്ങിയെന്നല്ലാതെ ജനങ്ങൾക്കായിട്ട് അവരെടുത്തതിന് ശേഷം ഇപ്പൊ 76 ആകുമ്പോ 4 24 24 34 38 കൊല്ലം വരെ കയ്യിൽ. ഈ 38 കൊല്ലമായിട്ട് ഇവരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നന്മയും ചെയ്യും. അതുകൊണ്ടാണ് ഇവർ പരാജയപ്പെടാൻ കാരണം. ഇവർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പണിയെടുക്കുന്നത് നിർബന്ധിച്ചിട്ടാണെങ്കിൽ എസ്റ്റേറ്റ് നഷ്ടപ്പെടില്ല, പണികൾ നീണ്ടു നടന്നു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോ ഇവര് തൊഴിലാളിനെ ഏമാറ്റിക്കാണ്ട് വഞ്ചിച്ചിങ്ങാണ് ഈ കാസറ്റ് അവര് മുതലെടുക്കണം എന്നുള്ള ഉദ്ദേശമാണ്. തൊഴിലാളിക്ക് സംവിധാനം എന്ത് നല്ലത് ചെയ്യണം എന്നുള്ള ഉദ്ദേശം അവർ തമ്മിൽ ഇല്ല. ഇതാണ് ഇതിന്റെ കാരണം കേട്ടോ. ശരിയായ രൂപത്തിൽ കൊടുക്കാത്ത കാരണം കൊണ്ട് തൊഴിലാളിയും മാനേജ്മെന്റും ലേബർ ഓഫീസറും കൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് മാനേജ്മെന്റിനെ മുതലാളി ഇതിൽ നിന്ന് പിൻവലിപ്പിക്കുകയും തൊഴിലാളി താനെ എസ്റ്റേറ്റ് നടത്തുകയും ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി കോടതിയിൽ പോവുകയും ആ കേസ് ഇന്ന് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കോടതിന്റെ വിധി വരാതെ ഇനി മുതലാളിക്കോ തൊഴിലാളിക്കോ എസ്റ്റേറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എസ്റ്റേറ്റ് ജീവനക്കാർക്ക് വേണ്ടി കോടതി വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ പ്രസിഡന്റ് ഖാലിദ് ആണ്. അതായത് ഞങ്ങൾക്ക് ലേബർ ഓഫീസർ മുഖാന്തരം ഇത് എടുത്ത് നടത്താൻ ആനുകൂല്യങ്ങൾ തന്നതാണ്. ആനുകൂല്യങ്ങൾ എടുത്ത് ഞങ്ങൾ തൊഴിലാളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മുതലാളി വന്ന് സ്റ്റേ ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് തൊഴിലാളികൾ മുഴുവനും പട്ടിണിൻ്റെ പത്തിലാണ്. ഇതുവരെ കേസിന് യാതൊരു വിധിയും വന്നിട്ടില്ല. ഈ വിധിയും കാത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആനുകൂല്യവും കിട്ടാനും ഇത് പറിച്ച് തൊഴിലാളിക്ക് അവരുടെ ജീവിതം നിലനിർത്താനും വേണ്ടി ഇതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കേസും തീരുമാനവും നിന്നിട്ടുള്ളത്. ഒരുപാട് തൊഴിലാളികൾക്ക് പല ആനുകൂല്യങ്ങളും മരിച്ചു പോയവരും റിട്ടയർമെൻ്റ് ആയവരും ഇന്ന് നിലവിലുള്ളവരും 100-300 തൊഴിലാളികൾ ഇത് കാത്ത് ജീവിക്കുകയാണ്. എസ്റ്റേറ്റ് മേഖലയിൽ ഒരു കാര്യങ്ങളും ചെയ്യാത്തൊരു മുതലാളി മഹാവീർ എന്ന് പറയുന്ന ആളാണ്. ഇയാൾക്ക് ഒരുപാട് എസ്റ്റേറ്റുകൾ കേരളത്തിൽ ബോണക്കാട് എസ്റ്റേറ്റ് അതുവരെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഇവിടെ LML എന്നുള്ള ഈ എസ്റ്റേറ്റ് മാത്രമാണ് ഇപ്പോൾ തൊഴിലാളികളും മുതലാളിയായിട്ടുള്ള കേസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേസിന്റെ വിധികളൊന്നും ആയിട്ടില്ല. വിധി കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റാണ് എൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടാവും. 1 വർഷങ്ങളായിട്ട് ഞങ്ങൾ ജോലിയില്ലാതെ ഈ കേസായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്.
771 பழனியம்மா 34 வருஷம் வேலை செஞ்சிருக்கேன். ஆர்டி பைசா கட்டிருக்கு 44 வருஷத்துக்கு 20,000 சேர்ந்தது 12 வருஷம் பிடிச்சிருக்கிறாங்க. ஒன்றும் கொடுக்கலுங்க. கவர்மெண்ட் மாத்திரம் பிடிச்சிருக்கு സർവീസ് കടിக்கிறேன். പിന്നെ എസ്റ്റേറ്റ് വള്ളക്കാല കാലത്ത് എൻ്റെ അപ്പിയൊക്കെ 921 അതാണ്. ഒരു ജോലി ചെയ്ത് സർവീസ് ഒക്കെ ആയി ഓരങ്ങനെ പിരിഞ്ഞു. അങ്ങനെ എനിക്ക് 18 വയസ്സായി ഞാൻ ജോലി ചെയ്തു. അങ്ങനെ പിന്നെ എനിക്ക് സർവീസ് നോട്ടീസ് തന്നു. ഇതുവരെ ഒരു പൈസ ഇല്ല, ഒന്നുമില്ല, എടുത്ത പടിക്ക് കൂലിയില്ല. അങ്ങനെ ഇട്ട് ഞങ്ങൾ സർവീസും തന്നില്ല, ഒന്നും തന്നില്ല. എസ്റ്റേറ്റ് പിന്നെ നഷ്ടമാണെന്ന് പറഞ്ഞാണ് മുതലാളിയിട്ട് പോയിക്കുക. അങ്ങനെ ഇപ്പൊ ഉണ്ടായിക്കുന്നത് സംഭവം. അത് അതിന്റെ പെണ്ണുങ്ങളോ തന്നെ 132 കറിയാമ്മ പറയുന്ന ആള് ഓൾക്കും അതേമാതിരി തന്നെ സർവീസ് ഞാൻ എഴുതി കൊടുത്തു, എങ്കിലും പൈസ തന്നില്ല. അങ്ങനെയൊക്കെ എല്ലാ വിഷമങ്ങളിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എസ്റ്റേറ്റ് റൂമൊക്കെ പാറ്റ ഇടിഞ്ഞ് പൊളിഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്തു കൂടി ഞങ്ങളങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സംഭവം. പറയുകയാണെങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോ അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ നടക്കണ്ടായി. ദൈവം ഞങ്ങൾ ഒരു ആയിരം ജീവിച്ചു പോകണം. അത്രേ ഉള്ളപ്പോ ഞാൻ ചുരുക്കി പറയാം. അന്തോണി, ഇപ്പൊ ഞങ്ങൾക്ക് രജിസ്റ്ററിൽ പണിയിട്ട് ഒരു ഗുളിക വാങ്ങാനും കൂടി കഴിവില്ല. 67 എഴുതിയത് തന്നെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ இத்தனை வருஷம் வேலை செஞ்சுட்டு எஸ்டேட்ல ஒன்றும் கிடைக்கல. இப்போ எஸ்டேட்ல வேலைக்கு போறதுக்கு முடியாது, வேலையும் இல்லை. இப்ப எங்கேயும் போய் ஒரு மருந்து வாங்குறதுக்கு கூட வழி இல்லாம எந்திரிச்சு நடக்க முடியாத ரீதியில 12 வருஷம் ஆச்சு, 13 வருஷம் ஆச்சு வீட்டுல இருந்து. I got nightmares in my head, I fear that the thoughts build up until I can't hear that my പണി ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഞങ്ങൾ പട്ടിണിയും പുട്ടുകൊണ്ട് നടക്കുകയാണ്. ആരും നോക്കാനും ഇല്ല, മരുന്നിനും കായില്ല. അങ്ങനത്തെ അടങ്ങാറിലാണ് ഞങ്ങൾക്ക് അച്ഛനത്. പെരയാണെച്ചെങ്കിൽ പൊളിഞ്ഞാടാനായി. ഈ പെരുമക്കൊന്ന് നോക്കാണ്. ആ പേര ഈ പെരയിലാണല്ലോ ഞങ്ങൾ കുത്തിരിക്കുന്നത്. എത്ര കൊല്ലായി ഞങ്ങൾ തന്നെ ഇങ്ങനെ നേരാക്കല്, പൊളിഞ്ഞാടുക, ചോരുക, നന്നാക്കുക. അവിടെ തന്റെ പെര ഇതേമാതിരിയായി പൊളിഞ്ഞാടി ഇപ്പൊ നേരാക്കാണ്. பேரு அந்தோனியம்மா. இத்தனை வருஷம் வேலை செஞ்சு இப்ப வேலை பாட்டு 16 வருஷம் ஆயிடுச்சு. இப்ப கையும் காலம் முடங்கிட்டு உட்காந்துக்கிறோம். வந்து பிடிச்சி பிபி பிடிச்சி அங்க பிறந்து வளர்ந்தது இங்கே தான். எஸ்டேட்ல இத்தனை வருஷம் வேலை செஞ்சோம். நோட்டீஸ் கையில கொடுத்தாங்க, அதுதான் அது இருக்குது என்னமோ, அது இல்ல. அதோட சரிங்க. என்னங்க இதெல்லாம் நாங்கெல்லாம் உழைச்சது. வெள்ளக்காரங்கிட்டெல்லாம் நாங்க எப்படி கஷ்டப்பட்டு வேலை செஞ்சு நல்ல மனசுங்க. പേര് അലി. 852 നമ്പർ 72 തൊട്ടിയ പണിയാണ് ഞാന് പറഞ്ഞു. 254 കയ്യുട്ടി. ഇതുവരെ ഒരു പൈസയും 47 കൊല്ലം പണി. ഒരനുകൂലങ്ങളും കിട്ടിയിട്ടില്ല. 10-20 കൊല്ലായി മുതലാളി ഇങ്ങനെ ഞങ്ങളെ ഒരു പൈസ ഞങ്ങളുടെ പേരന്റെ ഗതി കണ്ടിട്ട് ഒരു മുട്ടില്ല. ഞമ്മക്കാണെങ്കിൽ ഇപ്പൊ ശ്വാസം മുട്ടിട്ട് ആവുന്നില്ല. ഒരുപാട് കാലമായി ഒന്നും കിട്ടിയില്ല, വരില്ല, ഒന്നുമില്ല, ഒരു വരില്ല. അത് നിൽക്കുക. அம்மாவுக்கு என்ன காசு கிடைக்கிறதுக்கு இருக்குதுங்க. 24 வருஷம் கிடைக்க வேலை செஞ்சிருக்குது. அம்மா இறந்து போனது 2005. 2005 இருந்தாங்க. இன்னும் ஒரு பைசா கூட கிடைக்கல அம்மாவுக்கு ஃபண்ட் பணம். நான் என் பேர் தனலட்சுமி. 904 எஸ்டேட்ல வேலை செஞ்சேன். எங்களுக்கு இப்போ 10, 20, 30, 32 வருஷம் ஆச்சு. 1 ரூபா காசு கூட